എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് ആളുകൾ സംസാരിക്കാറുള്ള ഒരു വിഷയമാണ് നല്ല മാനേജറായി മാറാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മാനേജേഴ്സ് ഏറ്റവും മികച്ച ആളുകളാക്കി മാറ്റാൻ എന്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഈ ഗ്രേറ്റ് മാനേജേഴ്സ് എന്ന് പറയുന്നത് ആവറേജ് മാനേജേഴ്സിൽ നിന്നും അല്ലെങ്കിൽ ബാഡ് മാനേജേഴ്സിൽ നിന്നൊക്കെ വ്യത്യസ്തരാകുന്നത് ഒരു 7 ബിഹേവിയർ വഴി തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാം. നമ്മളൊരു നല്ല മാനേജറെ വിലയിരുത്തുകയാണെങ്കിൽ അവരിലുണ്ടായിരിക്കുന്ന ഒരു 7 പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകൾ, അത് തീർച്ചയായിട്ടും പലർക്കും ഒരു ഇൻസൈറ്റ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, സെറ്റ് ക്രിസ്റ്റൽ ക്ലിയർ മ്യൂച്വൽ എക്സ്പെക്റ്റേഷൻ. അവർ ചെയ്യാറുള്ളൊരു കാര്യം, ഒന്ന് അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളിൽ നിന്ന് എന്താണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി തന്നെ അവരെ പറഞ്ഞ് പഠിപ്പിക്കും, ബോധ്യപ്പെടുത്തും, മനസ്സിലാക്കും. തിരിച്ചതുപോലെ തന്നെ എന്നിൽ നിന്ന് നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു എന്ന് ടീമിലുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള ഒരു പ്രവർത്തന ശൈലി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. ഇതാണ് ഒന്നാമതായി അവരിൽ കാണാറുള്ള കാര്യം. 2, ഫൈറ്റ് ഫോർ യു. ഫൈറ്റ് ഫോർ യു എന്ന് പറഞ്ഞാൽ നമ്മളില്ലാത്ത സമയത്ത് നമുക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളായിരിക്കും നമ്മുടെ മാനേജർ, അല്ലെങ്കിൽ ഏറ്റവും മികച്ച മാനേജർ. പ്രത്യേകിച്ച് നമ്മുടെ അസാന്നിധ്യത്തിലും എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ, നമ്മളെ ആരെങ്കിലും കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ എൻ്റെ ടീമിലെ അംഗത്തെ അങ്ങനെ കുറ്റപ്പെടുത്തേണ്ടതില്ല. എന്താണ് പോരായ്മ, എൻ്റെ ടീമിലൊരാൾക്കൊരു പോരായ്മ ഉണ്ടെങ്കിൽ അത് എൻ്റെയും കൂടെ പോരായ്മയാണ് എന്ന് ബോധ്യപ്പെട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കും. 3, റിമൂവ് ഒബ്സ്റ്റക്കിൾസ് ആൻഡ് എംപവർ. ഗ്രേറ്റ് മാനേജേഴ്സ് എപ്പോഴും എനേബിളേഴ്സാണ്. എനേബിളേഴ്സ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ അറിവും കഴിവും ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നിൽക്കുന്നവരും, എന്തെങ്കിലും തടസ്സങ്ങളോ പ്രതിസന്ധികളോ ടീമിലുള്ള ആളുകൾക്കുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് പരിശ്രമിക്കുന്നവരും, അവരെ ശാക്തീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും അവരുടെ ഗ്രോത്താണ് എൻ്റെ ഗ്രോത്ത് എന്ന ചിന്താഗതിയോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. 4ാമത്തെ കാര്യം, ദേ ആർ റിയലിസ്റ്റിക് അബൌട്ട് വർക്ക് ലോഡ്. വളരെ റിയലിസ്റ്റിക് ആയിരിക്കും. അതായത് അനാവശ്യമായിട്ട് കുറേ ബാധ്യതകൾ ഏറ്റെടുത്ത് അല്ലെങ്കിൽ കുറേ വർക്ക് എടുത്ത് ടീമിനെല്ലാം കൊടുത്ത് എല്ലാവരും കൂടെ അവസാനം അവതാളത്തിലാവുന്ന ഒരവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്നവരല്ല. പകരം വളരെ റിയലിസ്റ്റിക്കായിട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയും എത്രത്തോളം വർക്ക് ലോഡ് നമുക്കിപ്പോൾ ഉണ്ട്, ആവശ്യത്തിന് വർക്കില്ല എങ്കിൽ അത് പ്രോപ്പറായി ടീമിനെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് അലോട്ട് ചെയ്ത് വർക്ക് കൊടുക്കുകയും അനാവശ്യമായ വർക്കുകളിലേക്ക് വെറുതെ ഏറ്റെടുത്തുകൊണ്ട് സമയം കളയുന്ന അവസ്ഥ ക്രിയേറ്റ് ചെയ്യാത്തവരുമായിരിക്കും. അപ്പോൾ വളരെ റിയലിസ്റ്റിക് ആയിരിക്കും വർക്ക് ലോഡിനെ സംബന്ധിച്ച്. 5ാമത്തെ കാര്യം, കെയർ അബൌട്ട് യു ആസ് എ ഹ്യൂമൻ ബീയിങ്. ഇതൊരു ബേസിക്കായിട്ട് ഏത് മനുഷ്യനിലും ഉണ്ടാവേണ്ട കഴിവാണ്. പക്ഷേ നമ്മൾ സാധാരണ HR, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന കാര്യം പറയുമല്ലോ, അതിൽ Hൽ വളരെ ഫോക്കസ്ഡ് ആയിരിക്കും. അതായത് മനുഷ്യത്വം ഉള്ള ആളായിരിക്കുമെന്ന് ചുരുക്കം പറഞ്ഞാൽ. അതായത് ഏതൊരാളെയും അവരുടെ അവസ്ഥയൊന്ന് മനസ്സിലാക്കി ഒരു എമ്പതിയോടുകൂടി അപ്രോച്ച് ചെയ്യുന്ന ആളായിരിക്കും. ഞാൻ ഈ സ്ഥാനത്ത് നിന്നൊക്കെ കയറി വന്ന ആളാണ്, അവിടെ ഇരിക്കുന്ന ആൾക്ക് എന്താണ് തോന്നുക എന്നുള്ളത് എനിക്കും മനസ്സിലാകും എന്ന മൈൻഡ് സെറ്റോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും അവർ. 6ാമത്തെ കാര്യം, മോട്ടിവേറ്റ് ആൻഡ് എനർജൈസ്. നമ്മുടെ ടീമിനെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്ത് നിർത്താനുള്ളൊരു കഴിവ് ഒരു മാനേജർക്ക് ഉണ്ടായിരിക്കണം. എനർജറ്റിക് ആക്കി നിർത്താൻ, എനർജൈസ് ചെയ്യാനുള്ളൊരു കഴിവ്. കാരണം പലപ്പോഴും ടീമിലെ ആളുകൾ വിചാരിച്ച റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ, ഡൗൺ ആയിരിക്കുന്ന സമയത്ത് അവരെ ഗൈഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും എനർജൈസ് ചെയ്യാനും കഴിയുമ്പോഴാണ് ഒരു മാനേജർ ഏറ്റവും മികച്ചതാവുന്നത്. ആൻഡ് ഫൈനലി, ആർ അവൈലബിൾ വെൻ റിയലി നീഡഡ്. നമുക്കൊരാവശ്യം വരുമ്പോൾ, ടീമിലെ ആളുകൾക്ക് ആവശ്യം വരുമ്പോൾ അവരുടെ ഒപ്പം നിൽക്കുന്ന ആൾ, അവർക്ക് അവൈലബിൾ ആവുന്ന ആൾ, എന്താവശ്യമുണ്ടോ ഞാൻ കൂടെയുണ്ട്, നിങ്ങൾക്ക് എപ്പോഴും എന്നെ വിളിക്കാമെന്ന് പറഞ്ഞാൽ അവൈലബിലിറ്റി കൊടുക്കുന്ന ആൾ, ഇത്തരത്തിലുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും തീർച്ചയായിട്ടും ഒരു ഗ്രേറ്റ് മാനേജറിൽ ഉണ്ടാവും. അപ്പം നമ്മളിന്ന് പറഞ്ഞ ഈ 7 കാര്യങ്ങളും ഒരു ഗ്രേറ്റ് മാനേജറായി മാറുന്നതിൽ നമുക്ക് ഫോളോ ചെയ്യാവുന്ന സ്വഭാവ സവിശേഷതകളാണ്, അല്ലെങ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. പലർക്കും ഇതിൽ പല കാര്യങ്ങളുണ്ടാവും. പോരായ്മകളുണ്ടെങ്കിലും ഒന്ന് നികത്തിയാൽ ഉറപ്പായിട്ടും നമുക്കൊരു ആവറേജ് മാനേജറിൽ നിന്നൊക്കെ ഒരു ഗ്രേറ്റ് മാനേജറായി മാറാൻ സാധിക്കും. താങ്ക് യു.